നാടിന്റെ സങ്കടമാകെ ഏറ്റുവാങ്ങി തോരാതെ പെയ്ത മഴയെ സാക്ഷി നിർത്തിയാണ് VS-നെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയത്. വിലാപയാത്രയ്ക്കിടയിലും മഴ തോരാതെ പെയ്തു. പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ പെരുമഴയിലും പതിനായിരങ്ങളാണ് വഴിയരികുകളിൽ കാത്തുനിന്നത്. ചിതറിത്തെറിച്ചെത്തിയ മഴ, ജനസാഗരം, ഉയരുന്ന മുദ്രാവാക്യം, പെരുമഴ കനത്തു. തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി VS ജന്മനാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു നോക്കു കാണാൻ പെരുമഴയിലും കാത്തുനിന്ന് പതിനായിരം. കണ്ടിട്ടുണ്ട്. ഈ മഴയത്തും വന്ന് കാണാൻ അത്ര ആഗ്രഹവും, അതുകൊണ്ട് വന്ന് കണ്ട പക്കാ നേതാവാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുന്നപ്രയിലേക്ക് 152 കിലോമീറ്റർ ദൂരം. പക്ഷേ ആദ്യ 9 മണിക്കൂർ കൊണ്ട് പിന്നിടാനായത് വെറും 41 കിലോമീറ്റർ. പതിനാല് വർഷം മുൻപ് മുഖ്യമന്ത്രിയായി ഭരണത്തിലിരുന്ന സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് ആനയിച്ചു. മന്ത്രിമാർ, CPIM നേതാക്കൾ എന്നിവർ വാഹനത്തിനൊപ്പം ചേർന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ കഴക്കൂട്ടത്തെത്തുമെന്നായിരുന്നു കണക്കുകൂട്ടലെങ്കിലും എത്തിയപ്പോൾ സമയം രാത്രി 8. ആൾത്തിരക്ക് മൂലം പാർട്ടി നിശ്ചയിച്ച സമയക്രമം തെറ്റി. വിലാപയാത്ര കരുതിയതിലുമേറെ വൈകി. വയോധികരും സ്ത്രീകളും കുട്ടികളും വിതുമ്പലോടെ മുഷ്ടി ചുരുട്ടി VS-ന് യാത്രാമൊഴിയേകി. സമയം രാത്രി 10:45. ആറ്റിങ്ങലിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം. വീണ്ടും മഴ പെയ്തു. കൊല്ലം ജില്ലാ അതിർത്തിയിൽ വിലാപയാത്ര പ്രവേശിക്കുമ്പോൾ രാത്രി 1 മണി. കൊല്ലം നഗരത്തിലെത്തുമ്പോൾ 3:40. മനുഷ്യ കടൽ താണ്ടി VS-ന്റെ അന്ത്യയാത്ര. പതിനേഴ് മണിക്കൂർ പിന്നിടുമ്പോഴും മഴ ശമിക്കുന്നില്ല. രാവിലെ 7:20 വിലാപയാത്ര VS-ന്റെ ജന്മനാടായ ആലപ്പുഴ ജില്ലയിൽ. ജനസാഗരം, തലമുറകളുടെ സ്നേഹാദരം. 18 മണിക്കൂറിൽ 120 കിലോമീറ്റർ പിന്നിട്ട് ഹരിപ്പാടെത്തുമ്പോഴും മഴ. ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ട് ആലപ്പുഴയിലെത്തുമ്പോൾ മഴ തോർന്നിരുന്നു. വേലിക്കകത്തെ വീട്ടിൽ പൊതുദർശനം. VS-ന്റെ മൃതദേഹം CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചപ്പോൾ തോരാമഴ. അന്ത്യാഭിവാദ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ. സങ്കടമഴയിൽ തൊണ്ടയിടറി കരളുലഞ്ഞ് പ്രിയ സഖാവിന് നാടിന്റെ അന്ത്യാഭിവാദ്യം. ഇന്നലെ VS മടങ്ങുമ്പോൾ തലസ്ഥാന നഗരിയിൽ മഴ പെയ്ത് തോരുന്നുണ്ടായിരുന്നില്ല. ഇന്ന് പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ ഒരു ചരിത്രഘട്ടം പെയ്തു തോരുകയാണ്. മലയാളിയുടെ ഹൃദയത്തിൽ ഓർമ്മ മരം ഇനിയും പെയ്തുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്.
ന്യൂസ് മലയാളം.